ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത്. എന്നാൽ ആ മൊയ്സുവിനെ കൊണ്ട് തന്നെ ഇന്ത്യയോട് നന്ദി പറയിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നയതന്ത്രം. ഇന്ത്യയോട് കൃത്യമായ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചൈനയുടെ അടുപ്പക്കാരനായ മൊയ്സു അധികാരത്തിലെത്തിയത്. ഇദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യ മാലദ്വീപ് ബന്ധം വഷളായിരുന്നു. മാലദ്വീപിന്റെ പ്രസിഡന്റുമാർ അധികാരത്തിലെത്തിയാൽ ആദ്യം വരുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. എന്നാൽ ഇദ്ദേഹം ആദ്യം പോയത് ചൈനയിലേക്കായിരുന്നു. അതുമാത്രമല്ല, മാലദ്വീപിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനുള്ള മൊയ്സുവിന്റെ നിർബന്ധത്തിന് പേരിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. ലക്ഷദ്വീപ് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടിയെ പരിഹസിച്ചുകൊണ്ട് മാലദ്വീപിലെ മന്ത്രിമാർ തന്നെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതോടുകൂടി മാലദ്വീപിന്റെ കഷ്ടകാലം ആരംഭിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറും അക്ഷയ് കുമാറും ഉൾപ്പെടെയുള്ള പ്രമുഖരായ പൊതുവ്യക്തികളും സെലിബ്രിറ്റികളുമായ ഇന്ത്യക്കാർ മാലദ്വീപിലേക്കുള്ള വിനോദയാത്രയെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ്. ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ മാലദ്വീപിനെ ബഹിഷ്കരിച്ചപ്പോൾ മാലദ്വീപിന്റെ വരുമാന മാർഗം കുത്തനെ ഇടിയുകയാണുണ്ടായത്. അതോടുകൂടെ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് നന്നായി മാലദ്വീപ് തിരിച്ചറിഞ്ഞു. വീണ്ടും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. മെയ് 8-ന് 3 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപിലെ വിദേശകാര്യമന്ത്രി മൂസ സമീർ ഇന്ത്യയിലെത്തി ഔദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. അന്ന് അദ്ദേഹം നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്ത്യ അവർക്കുള്ള സാമ്പത്തിക പിന്തുണ നീട്ടിക്കൊടുത്തത്. മാലദ്വീപിന് $50 മില്യൺ പിന്തുണയാണ് ഇപ്പോൾ ഇന്ത്യ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാണ് മാലദ്വീപ് നന്ദി പറഞ്ഞിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടെ ധാരാളം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും അവിടെ നടക്കുന്നുണ്ട്.